ശത്രുക്കൾ അദ്ദേഹത്തിന്റെ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പോവുകയാണ്. അദ്ദേഹം ചോദിക്കുകയാണ്, ആ ശത്രുക്കൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അയ്യുഹിബ്ബു അന്ന മുഹമ്മദൻ മകാനക്, അല്ലയോ ഹുബൈബ്, നീ ഇതാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ അത് പ്രാവർത്തികമാക്കിയതിന്റെ പേരിലാണ് നീ കൊല്ലപ്പെടാൻ പോകുന്നത്. മറ്റൊരു തെറ്റും നീ ചെയ്തിട്ടില്ല. അള്ളാഹുവാണ് ഏകനെന്നാണ് നീ പറഞ്ഞ തെറ്റ്. അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കണമെന്ന് പറഞ്ഞതാണ് തെറ്റ്. അത് സ്വീകരിച്ചത് കൊണ്ടാണ് നീ മരിക്കാൻ പോകുന്നത്. നിന്റെ ഈ സ്ഥാനത്ത് മുഹമ്മദാണ് ആകുന്നത് എങ്കിൽ നിനക്ക് തൃപ്തിപ്പെടുമോ, നിനക്ക് ഇഷ്ടമുണ്ടാകുമോ? അദ്ദേഹം കൊടുത്ത ഒരു മറുപടിയുണ്ട്. സഹോദരങ്ങളെ, വാളിന്റെ മുൾമുനയിലാണ് ആ സഹാബി ഉള്ളത്. അദ്ദേഹം കൊടുത്ത ഒരു മറുപടിയുണ്ട്. വല്ലാഹി മാ ഉഹിബ്ബു അൻ അകൂന ആമിനൻ ഫീ അഹ്ലി വവലദി വഅന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തശൂഖുഹു ഷൗക. ഇതാ ഞാൻ എന്റെ കുടുംബത്തിൽ നിർഭയനായി നിൽക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു മുള്ള് തറച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് തൃപ്തിപ്പെടാൻ സാധിക്കുകയില്ല, അതെനിക്ക് തൃപ്തിപ്പെടാൻ സാധിക്കുകയില്ല എന്ന് പറയുകയാണ്. സഹോദരങ്ങളെ, പല സഹാബിമാരും സ്വന്തം ജീവിതം പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ത്യജിച്ചിട്ടുണ്ട്. ഉഹദിന്റെ വേളയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ ഒരമ്പിങ്ങനെ വരികയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തറച്ചു എന്ന ആ ഒരു അവസ്ഥയിൽ എത്തിയപ്പോൾ അതാ ഒരു സഹാബിയുടെ നെഞ്ചത്താണ് അത് തറക്കുന്നത്. ഒരു സഹാബിയുടെ നെഞ്ചത്താണ് അത് തറക്കുന്നത്. എന്നിട്ട് ആ സഹാബി പറയുന്ന ഒരു വാക്കുണ്ട്, ദൂനക യാ റസൂലല്ലാഹ്, റസൂലേ, അങ്ങേക്ക് വേണ്ടി എന്റെ ജീവിതം ത്യജിക്കാൻ പോലും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ സഹാബിമാർ. സഹോദരങ്ങളെ, ഇനി നമ്മൾ ഓരോരുത്തരും നമ്മിലേക്ക് നോക്കുക. നമ്മൾ ഓരോരുത്തരും നമ്മളിലേക്ക് നോക്കുക. നമ്മളിതാ 25-30 വർഷമായി മുസ്ലിമായി ജീവിക്കുന്നു. എന്ത് പ്രയാസമാണ് ഈ ദീൻ നമ്മൾ പാലിച്ചതിന്റെ പേരിൽ നമ്മൾ ഏറ്റിട്ടുള്ളത്, നമ്മൾ സഹിച്ചിട്ടുള്ളത്. ഈ ദീൻ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതിന്റെ പേരിൽ നമുക്ക് എന്ത് പ്രയാസമാണ് ഈ സംസാരിക്കുന്നത് വരെ ഉണ്ടായിട്ടുള്ളത്. സഹോദരങ്ങളെ, ചിന്തിക്കുക, ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. ഒരാളോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ് അവർ പറയുന്ന വാക്ക് കേൾക്കുമെന്ന്. എവിടെ സഹോദര നിന്റെ മുഖത്ത് താടി? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച കാര്യമാണ്, നിങ്ങൾ താടിയെ വെറുതെ വിടണം, നിങ്ങൾ താടിയെ വെറുതെ വിടണം. ആരെയും കുറ്റപ്പെടുത്താനല്ല, വല്ലാഹി അല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് കൽപ്പിച്ചതാണ്. ചിന്തിക്കുക, നമ്മുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് നമ്മളെക്കാൾ നമ്മളെ സ്നേഹിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതാ അബ്ദുല്ലാ നിന്റെ കൈ പിടിച്ചുകൊണ്ട് പറയുകയാണ്, ഇതാ സെയ്ദേ, ഇതാ പറയുകയാണ് നീ താടി വളർത്തണമെന്ന്. നമ്മൾ തിരിഞ്ഞു കളയുമോ? ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ ഓരോരുത്തരും തിരിഞ്ഞു കളയുമോ? പിന്നെ എന്ത് സ്നേഹം വാദിച്ചിട്ട് എന്ത് കാര്യം? അതുപോലെ തന്നെ സഹോദരങ്ങളെ, 5 വക്ത് നിസ്കാരം എന്താണ് അതിന്റെ അവസ്ഥ? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ആഖിറത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. എല്ലാം നശിക്കാനുള്ളതാണ് നമ്മുടെ അമലുകൾ ഒഴികെ. അത് നന്മ ചെയ്തിട്ടുണ്ട് എങ്കിൽ നീ അത് കാണും, അത് തിന്മയാണെങ്കിൽ അതും കാണും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുണ്ട് എങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.